ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യോഗിനി ഏകാദശിയെ പറ്റി പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യവും നിർജ്ജല ഏകാദശിയെ പോലെ തന്നെ ഒരുപാട് പേർക്ക് എന്നാണ് യോഗിനി ഏകാദശി എന്നൊരു സംശയമുണ്ട്. അപ്പം യോഗിനി ഏകാദശി എന്നാണ് എടുക്കേണ്ടത്, അതേപോലെ പാരണാ സമയം, ഹരിവാസര സമയം, അതുപോലെ അന്നത്തെ ദിവസം ചൊല്ലേണ്ടുന്ന നാമം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. മിഥുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി എന്ന് പറയുന്നത്. യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ദാരിദ്ര്യ, ദുഃഖം, രോഗശമനം ഇവയൊക്കെ മാറുമെന്നും എല്ലാ രീതിയിലുമുള്ള വ്യാധികൾ ശമിക്കുമെന്നും. ത്തിൽ 2 പ്രാവശ്യമാണ് ഏകാദശി വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ 2 ഏകാദശികളും എടുക്കുന്നതും, അങ്ങനെയല്ല ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുമെങ്കിൽ അതായിട്ടെടുക്കുന്നതുമൊക്കെ നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തന്നനുഗ്രഹിക്കും. വിഷ്ണുപ്രീതി നേടുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത്. അതുമാത്രവുമല്ല, ഏകാദശി വ്രതം എടുത്താൽ നമുക്ക് വ്യാഴ ദോഷം കുറഞ്ഞു കിട്ടും. കാരണം ഏകാദശി വ്രതം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പം വിഷ്ണു പ്രീതി നമുക്ക് ലഭിക്കുകയും നമ്മുടെ ജാതകത്തിൽ വ്യാഴദോഷമുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും. ഈ ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങളൊന്നും നമ്മളെ കൊണ്ടൊന്നും എണ്ണിയാൽ തീരുന്നത് പോലുമല്ല. വിഷ്ണു പ്രീതിയും വിഷ്ണു പ്രീതി വഴി നമുക്ക് മോക്ഷവും, മോക്ഷത്തിലൂടെ നമുക്ക് വൈകുണ്ഠ പ്രാപ്തിയുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് തന്നെ. ഏകാഗ്രതയോടുകൂടിയും തികഞ്ഞ ഭക്തിയോടും കൂടി ഈ ഒരു ഏകാദശി എടുത്താൽ തീർച്ചയായും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും വ്യാഴദോഷം കുറഞ്ഞ് വ്യാഴം നമുക്ക് അനുകൂലമാകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. എല്ലാവർക്കും അറിയാം, 3 ദിവസമായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത്. അതായത് ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത്. ഈ പ്രാവശ്യം ഏകാദശി വരുന്നത് 2025 ജൂൺ 22 ഞായറാഴ്ചയാണ് നമ്മൾ യോഗിനി ഏകാദശി വ്രതം എടുക്കേണ്ടത്. എല്ലാവരും വിചാരിക്കും നാളെ ശനിയാഴ്ച ഏകാദശി ഉണ്ടല്ലോ, അപ്പം ഏകാദശി വ്രതം എടുക്കേണ്ടത് അന്നല്ലേ എന്നുള്ളത്. നാളെ ഏകാദശി ആരംഭിക്കുന്നത് രാവിലെ 7:30 മുതൽ പിറ്റേ ദിവസം, അതായത് ജൂൺ 22 ഞായറാഴ്ച രാവിലെ 4:27 വരെയാണ്. ഈ സമയത്ത് ഏകാദശി ഉള്ളപ്പോഴാണ് സാധാരണ നോക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ദ്വാദശി ബന്ധമുള്ള ഏകാദശിയാണ് വ്രതമായിട്ട് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരൊക്കെ തന്നെ 2025 ജൂൺ 22 ഞായറാഴ്ച വേണം വ്രതമെടുക്കാൻ. ജൂൺ 21 ശനിയാഴ്ച ദശമിയാണ് വരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഒരിക്കൽ ഊണ്, ബാക്കി 2 നേരവും ഫ്രൂട്ട്സോ മറ്റെന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ കഴിക്കാം. പിറ്റേ ദിവസം, അതായത് 22-ാം തീയതി ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ച് നമുക്ക് ഭഗവാന്റെ എന്ത് നാമങ്ങളാണോ അറിയാവുന്നത് അതൊക്കെ ചൊല്ലി ഭഗവാനെ ധ്യാനിച്ച് സാധിക്കുന്നവരൊക്കെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. വിഷ്ണു ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അവതാരങ്ങളുള്ള ഏതൊരു ക്ഷേത്രവും നമുക്ക് ദർശിക്കാവുന്നതാണ്. അവിടെ ദർശിച്ച് വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം, അങ്ങനെയുള്ള എന്താണോ ആ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ, തൃക്കൈവെണ്ണ, അതേപോലെ തുളസിമാല സമർപ്പിക്കുന്നത്, അങ്ങനെ എന്താണോ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ അവയിൽ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ അന്നദാനം ചെയ്യുന്നത് വളരെയധികം ശ്രേയസ്കരമാണിത്. എല്ലാ ഏകാദശിക്കും ഞാൻ പറയുന്ന കാര്യമാണ്. അന്നത്തെ ദിവസം ഒരു ആൾക്കെങ്കിലും നമ്മൾ അവരുടെ വിശപ്പടക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണെന്നുള്ള കാര്യം. ഒപ്പം തന്നെ നിങ്ങൾ ഗോപൂജ ചെയ്യുവാനും മറക്കരുത്. ഇനിയിപ്പം നിങ്ങൾ കുറേ പേർക്ക് അടുത്തൊന്നും പശുക്കളില്ല എന്ന് പറയുന്നവർക്ക് ഒരു ഫോട്ടോയോ വിഗ്രഹമോ വാങ്ങിച്ച് വെച്ചാൽ മതിയാവും. ബ്രാസിൻ്റെയൊക്കെ വളരെ ചെറിയ ഗോക്കൾ, അതായത് കാമധേനു, പശു കുട്ടി പാല് കുടിക്കുന്ന രീതിയിലുള്ള വിഗ്രഹമൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെച്ച് അങ്ങനെ പൂജ ചെയ്താലും നമുക്ക് ശരിക്കുള്ള ഗോമാതാവിനെ പൂജിക്കുന്ന അത്ര ഫലം ലഭിക്കില്ല എങ്കിൽ പോലും നമുക്ക് ഒരു 50%, 60% ഫലം തീർച്ചയായിട്ടും ലഭിക്കും.
അതുകൊണ്ട് അതും ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ, അതായത് ഏകാദശി വ്രതമെടുക്കുന്നവർ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല, ബ്രഹ്മചര്യം പാലിക്കണം. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മൗനവ്രതമായിട്ട് ആചരിക്കുന്നതുമൊക്കെ നല്ല നല്ല ഫലങ്ങൾ നമുക്ക് തരും. അന്നേ ദിവസം മുഴുവൻ മറ്റൊരു ചിന്തകൾക്കും ഇട കൊടുക്കാതെ ഭഗവാന്റെ നാമങ്ങൾ നാരായണ നാരായണ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ രാമ, എന്താണോ നിങ്ങൾക്കറിയാവുന്നത് ആ മന്ത്രങ്ങൾ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ അറിയുന്നവരൊക്കെ തീർച്ചയായിട്ടും ജപിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഞ്ചനാമങ്ങളെ പറ്റി പറഞ്ഞു തന്നിരുന്നു. വിഷ്ണു സഹസ്രനാമത്തിലെ പ്രധാനപ്പെട്ട 5 നാമങ്ങളായ പഞ്ചനാമങ്ങൾ. അപ്പം ആ നാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അന്നത്തെ ദിവസം നാരായണീയവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ ഏകാദശി വ്രതകഥ കേൾക്കുന്നതൊക്കെ നല്ല നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതാണ്. അതേപോലെ അന്നത്തെ ദിവസം തുളസി ദേവിക്ക് പ്രദക്ഷിണം വെക്കണം. അതായത് രാവിലെ എഴുന്നേറ്റ്, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം സൂര്യ ഉദയത്തിന് ശേഷം തുളസി ദേവിക്ക് നമ്മൾ ജലം സമർപ്പിച്ച് 3 പ്രദക്ഷിണം വെക്കണം. പ്രസീദ തുളസീ ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോത് മദനോദ്ഭൂതേ തുളസീത്വം നമാമ്യഹം. ഇതാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പം ചൊല്ലിയിടുന്ന മന്ത്രമെന്ന് പറയുന്നത്. അത് ചൊല്ലി നമ്മൾ തുളസിക്ക് വലം വെച്ച് തുളസിക്ക് ജലവും സമർപ്പിക്കണം. വൈകുന്നേരം തുളസി ചുവട്ടിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. അതുപോലെ ഏകാദശി ദ്വാദശി ഈ 2 ദിവസങ്ങളിലും നമ്മൾ തുളസിയില പറിക്കാനായിട്ട് പാടില്ല. തുളസിയില ആവശ്യമുള്ളവരൊക്കെ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് തുളസിയില ശേഖരിച്ചു വെക്കണം. അതുപോലെ വെങ്കടേശ്വര ഭഗവാന്റെയോ കൃഷ്ണ ഭഗവാന്റെയോ അഷ്ടോത്തരം ചൊല്ലി ഏകാദശിയുടെ അന്ന് അർച്ചന ചെയ്യുന്നതും നമുക്ക് നല്ല നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ്. ഇനിയിപ്പം ഏകാദശിയുടെ ഏറ്റവും വളരെ മഹാത്മ്യമുള്ള സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. അതായത് ഏകാദശിയുടെ ലാസ്റ്റത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടി ചേരുന്ന 30 നാഴിക, അതായത് 12 മണിക്കൂർ സമയമാണ് നമ്മൾ ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ശനിയാഴ്ച രാത്രി 11:11 മുതൽ ഞായറാഴ്ച രാവിലെ 9:42 വരെയാണ്. അപ്പം ആ സമയം നമുക്ക് കൂടുതലും ഉറക്കമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പോലും കിട്ടുന്ന സമയം, അതായത് വെളുപ്പിനെയൊക്കെ എഴുന്നേൽക്കുന്നവർ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഭഗവാന്റെ നാമങ്ങൾ ആ ഒരു സമയം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക. വ്രത സമയത്ത് നമ്മൾ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ വ്രതമെടുത്താലും ഈ ഒരു ഹരിവാസര സമയത്ത് അന്നപാനാദികൾ ഒഴിവാക്കി നാമജപം മാത്രം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് മാത്രം ചെയ്താൽ മതിയാവും. ഹരിവാസര സമയം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പം ഞായറാഴ്ച ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് പറ്റുന്ന വഴിപാടുകളൊക്കെ കഴിപ്പിച്ചാൽ നമ്മൾക്ക് ഇരട്ടി ഫലം തന്നെ ലഭിക്കും. ഇനിയിപ്പം ഏകാദശിയുടെ വളരെയധികം പ്രാധാന്യമുള്ള പാരണ സമയമെന്ന് പറയുന്നത് 2025 ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ 6 മുതൽ 10:18 വരെയാണ് ഹരിവാസര സമയം. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പാരണ വീഴണം. എങ്കിൽ മാത്രമേ ഏകാദശിക്ക് ഫലം ലഭിക്കുകയുള്ളൂ. നമ്മൾ വേണ്ടാത്ത സമയത്ത് പാരണ വീടിൽ അതിന് ഫലം ലഭിക്കില്ല. ഈ ഒരു സമയത്തിനിടയ്ക്ക് തന്നെ നമ്മൾ പാരണ വീടാനായിട്ട് ശ്രദ്ധിക്കണം. പാരണ വീടുന്ന് തുളസി തീർത്ഥം കുടിച്ച് ക്ഷേത്രത്തിൽ പോയോ വീട്ടിൽ വെച്ചോ തുളസി തീർത്ഥം കുടിച്ച് നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. വളരെയധികം മഹത്തരമായിട്ടുള്ള നമുക്ക് ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ ഒരു ഏകാദശി, പ്രത്യേകിച്ച് യോഗിനി ഏകാദശി എന്ന് പറയുന്നത്. ഈ പ്രാവശ്യത്തെ ഏകാദശിക്ക് നമ്മൾ ഭഗവാന് ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന നാമം, ഏകാദശി തിഥിയുള്ള സമയം, അതായത് നിങ്ങൾക്ക് ഞായറാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ ഞായറാഴ്ച രാത്രി ഒരു 11 മണിക്ക് ഉള്ളിൽ ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. ഓം നാരായണായ നമ. വളരെ ചെറിയ മന്ത്രമാണ്. 108 തവണ ഭഗവാന് മുൻപിലിരുന്ന് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം. ഓം നാരായണായ നമ മന്ത്രം ചൊല്ലി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയാം. ആരോഗ്യം വേണോ, അതല്ല ധനം വേണോ, സന്തോഷം വേണോ, സമാധാനം വേണോ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും കഴിയുന്നതും വ്രതമെടുക്കാൻ ശ്രമിക്കണം. വ്രതമെടുക്കാൻ പറ്റാത്തവർ ഈ ദിവസങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ടാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കണം. ക്ഷേത്ര ദർശനം നടത്തണം. നമ്മൾ വ്രതം മാത്രം എടുത്തിട്ട് കാര്യമില്ല. പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനവും കൂടി ചെയ്യുമ്പോഴും മന്ത്രജപം കൂടുതലായിട്ട് ചെയ്യുമ്പോഴുമാണ് വളരെയധികം ഫലങ്ങൾ ഏകാദശി എടുത്തതിനായിട്ട് നമുക്ക് കിട്ടുന്നത്.
അതുകൊണ്ട് എല്ലാവരും കഴിവതും എടുക്കാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.